Good morning, sir. Yes, good morning. Good morning, sir. Okay. Usha, good morning. Good morning, sir. Good morning, sir. Okay, Good Sri. morning, sir. Rija, good morning. എങ്ങനെയുണ്ട് മഴയൊക്കെ ഉണ്ടോ അവിടെ? ഓക്കെ, Good morning. ജെറൂഷ, ഗുഡ് മോർണിംഗ്. നാട്ടില് മഴയൊക്കെ ഉണ്ടോ? സാർ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. ഉണ്ട് sir, ഉണ്ട്. Good morning, sir. യെസ്, ഗുഡ് മോർണിംഗ് ഐശ്വര്യ. സാർ പറയുന്നത് കേൾക്കാവോ? സാർ പറയുന്നത് കേൾക്കുന്നുണ്ടോ? റീജ കേൾക്കുന്നില്ല പറയണത്? കേൾക്കുന്നുണ്ടോ? അതെനിക്കറിയാം. ഞാൻ പ്രേതം ഞാനാണ്. അത് പാടണമെങ്കിൽ ഈ ഒച്ചയൊന്ന് പറയണം. അത് കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. റീജ എന്താണ് പറയണേ? നമ്മളോടാണോ പറയണത്? അതെ. റീജ പറയണതൊന്നും ഞങ്ങൾ കേൾക്കുന്നില്ല. അത് ക്ലിയർ ആയില്ല. ഇവര് പറഞ്ഞ പ്രേതം പാടണം. ഉള്ളിൽ പോയാൽ റേഞ്ച് ഉണ്ടാവില്ല. പുറത്താണെങ്കിൽ നല്ല മഴയും. അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. ആ, ഓക്കെ ഓക്കെ, എന്നാ പാടിക്കോ. യെസ്, ഓക്കെ 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 ഓക്കെ. ഓക്കെ സാർ. കുലമൊരു മതമൊരു ദൈവം മനുജർക്കും ഈ ലോകം ഈ ലോകത്തിൽ ഒരു സൂര്യൻ ജീവൻ പകരാൻ അഖില ചരാചര ചൈതന്യം പല പല പേരിൽ പറയുന്നു അഖില ചരാചര ചൈതന്യം പല പല പേരിൽ പറയുന്നു ഈശ്വരനല്ലാഹു തിരുനാമത്തിൻ പര്യായം ഈശ്വരനല്ലാഹു തിരുനാമത്തിൻ പര്യായം ഗുരുകുലമൊരു മതമൊരു ദൈവം മോഹിച്ചേക്കുന്നു ഈ ലോകത്തിൽ ഒരു സൂര്യൻ ജീവൻ പകരാനൊരു. ഓക്കെ റീജ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. റേഞ്ച് കുറവാണെങ്കിലും പാട്ടിന് നല്ല റേഞ്ച് ആയിരുന്നു. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഇനി ആരാണ് സൈനിങ് ഓൺ? Sir, thought of the day. യെസ്. Good morning, all. I am saying a small thought of APJ Abdul Kalam. Life is a book. Every day is a new page. Every month is a new chapter. And every year is a new series. Thank you all. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അഞ്ജു, വെരി ഗുഡ്. പറഞ്ഞോളൂ സുരമ്യ. Yes, sir. Good morning, sir. Good morning, Job sir, and my dear friends. I am signing to Job sir class. I will tell you a thought. Forgiveness is the greatest revenge you can give to someone because they will remember that revenge for the rest of their lives. These are the words of our Mahatma Gandhi. Welcome, sir. Okay, okay, very good, very good, very good. Okay. Yes, Surabhi, very good. Deveshwar, very good. And Reena, Reja, very good. Okay. Yes, let us start. നമുക്ക് ആരംഭിക്കാം. അപ്പോൾ നമ്മൾ നൗൺ ക്ലോസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നൗണിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു, അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് പറയാൻ റിലേറ്റീവ് പ്രോനൗണിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അങ്ങോട്ട് നമുക്ക് വരാം, ഒരു മിനിറ്റ്. അപ്പൊ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം നമ്മൾ ഒരു ഐ ഹാവ് എന്ന് വെച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഐ ഹാവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് നമുക്കുള്ള ഒരു 5 ഐറ്റംസ്. ഐ ഹാവ് ലോങ് ഹെയർ, ഐ ഹാവ് ഗുഡ് ഫേസ്, ഐ ഹാവ് എ ലവ്ലി ഹസ്ബൻഡ്, ഐ ഹാവ് എ സ്കൂട്ടർ, ഐ ഹാവ് എ ഗുഡ് മദർ ഇൻ ലോ, ഐ ഹാവ് 2 ചിൽഡ്രൻ. അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഐ ഹാവ് എനിക്കുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഓർക്കുന്നില്ലേ ഇത്?
യെസ് Yes, ഓക്കെ sir. ഓക്കെ ഓക്കെ Yes, sir. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞത് എനിക്കുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ആദ്യം അതുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു. ആദ്യം നമ്മൾ ഇന്ന് പറയുന്നത് എനിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഐ ഹാവ് എന്ന് പറയുമ്പോൾ എനിക്കുണ്ട്. എനിക്കില്ല എന്നാണെങ്കിൽ ഐ ഡോണ്ട് ഹാവ്. എന്താണ് പറയുന്നത്? സാർ ഇത് നമ്മൾ ചെയ്തതാ. നമുക്കിന്ന് ഗ്രാമത്തിന്റെയും വില്ലേജ് ലൈഫിന്റെയും ഡിബേറ്റാ സാറ് പറഞ്ഞത്. സാറ് മറന്നു പോയത്. ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞതാണോ? അതൊക്കെ കംപ്ലീറ്റ് ആയി. ഡോണ്ട് ഹാവ് പറഞ്ഞതാണോ? Yes, sir. അതെല്ലാം നമ്മൾ കഴിഞ്ഞു. നമ്മൾ അതിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. പറഞ്ഞതാ. യെസ്. ഇനി ഐ ഹാഡ് പറഞ്ഞോ? Yes, sir. അതും പറഞ്ഞു. Yes, sir. ഐ ഹാഡ് പറഞ്ഞു. സാറ് ഹാഡ് ഹാവ് ഒക്കെ കഴിഞ്ഞു. നമുക്കിന്ന് വില്ലേജ് ലൈഫും സിറ്റി ലൈഫും തമ്മിൽ ഡിബേറ്റ് അല്ലേ സാറ് പറഞ്ഞു? ഞാൻ എടുത്തു വെച്ചത് MT10 ആയിപ്പോയി. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. യെസ്, സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ഓക്കെ, യെസ്, ഐ ഡോണ്ട് ഹാവ്, ഐ ഹാഡ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ, ലവ് മാരേജ് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് സിറ്റി ലൈഫ് അല്ലെങ്കിൽ വില്ലേജ് ലൈഫ് സൂചിപ്പിച്ചതല്ലേ? കഴിഞ്ഞ വീക്ക് പറഞ്ഞു, പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല. ഈ വീക്കിലേക്കാണെന്ന് സാറ് പറഞ്ഞത്. ഏതാണ്? സിറ്റി ലൈഫും വില്ലേജ് ലൈഫും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് അത് നോക്കാം. സിറ്റി ലൈഫ് ആൻഡ് വില്ലേജ് ലൈഫ്. ഞാനേ എടുത്തു വെച്ച പേജ് ഒന്നും മാറിപ്പോയി. MT10 ആയിപ്പോയി. അതിൻ്റെ അകത്താണ് അത് മിസ്സിംഗ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് അത് ശരിയാണ്. ഓക്കെ ഓക്കെ, ഞാൻ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഐ ഡോണ്ട് ഹാവ്, ഐ ഹാഡ്, ഐ ഹാവ് ഒക്കെ നമ്മളോട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. ലവ് മാരേജ്, അറേഞ്ച്ഡ് മാരേജ്, ഡയറക്ടർ ആൻഡ് ഫിലിം, ഐക്കോണിക് ക്യാരക്ടർ ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ആദ്യം ഓക്കെ റീറ്റ, അപ്പൊ നമ്മൾ ആരംഭിക്കുകയാണ്. സിറ്റി ലൈഫ് ആൻഡ് വില്ലേജ് ലൈഫ്. നിങ്ങൾക്ക് എങ്ങനെയുള്ള ജീവിതമാണ് അല്ലെങ്കിൽ എവിടെയുള്ള ജീവിതമാണ് ഇഷ്ടം? സിറ്റിയിലാണോ വില്ലേജിലാണോ? ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് വരാം. യെസ്, അപ്പോ ഐശ്വര്യമായിട്ട് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഐശ്വര്യമായിട്ട് ആരാണ് തുടങ്ങി വെക്കുന്നത്? ഐ പ്രിഫർ വില്ലേജ് ലൈഫ് ബിക്കോസ്. കാരണം ഐ പ്രിഫർ. ഓക്കെ ജെറൂഷ, ഞാൻ വരാം. ഒരു മിനിറ്റ് ഗെറ്റ് റെഡി. യെസ്, അപ്പോ ഐ പ്രിഫർ സിറ്റി ലൈഫ് ബിക്കോസ്. അതിന്റെ കാരണം പറയുന്നു. 1, 2, 3 കാരണങ്ങൾ പറയുന്നു. അപ്പൊ നമുക്കത് പറയാം. ഇനി ഒരുപക്ഷെ നിങ്ങൾ ജീവിക്കുന്നത് സിറ്റി ലൈഫിലായിരിക്കാം, പക്ഷെ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന വില്ലേജ് ലൈഫ് ആയിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ മാരീഡ് ആയിരിക്കില്ല. ഒരുപക്ഷെ ഒരു വിവാഹമൊക്കെ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും ഒരു സ്ഥലത്തേക്ക് ഒരു മാറണമെങ്കിൽ ഐ പ്രിഫർ എങ്ങനെയാണെന്നൊക്കെ പറയും. ഓരോരുത്തരും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. നമുക്കിവിടെ നമ്മളിവിടെ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ജെറൂഷയുടെ ഐശ്വര്യത്തിൽ അങ്ങോട്ട് ആരംഭിക്കുകയാണ്. ജെറൂഷയാണ് MT9 ഐശ്വര്യം. പറഞ്ഞോളൂ ജെറൂഷ. പറയട്ടെ സാർ. യെസ്, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. Okay. I prefer city life because it is modern and full of opportunities. Here are some reasons. First, better schools and colleges for education. Second, good hospitals with proper medical care. Third, more job opportunities for people. Fourth, modern facilities like internet, electricity, and transport. Fifth, fun places like malls, parks, and theaters. Sixth, everything is fast and easy in the city. And city life helps me grow, learn new things, and live comfortably. That is why I like city life more. Thank you, sir. So, Jerusha, where you are living now? Sir, I live in village. Where you are living now? ഇപ്പൊ എവിടെയാണ്? സിറ്റിയിലാണോ അല്ലെങ്കിൽ വില്ലേജിലാണോ? Sir, village. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ വില്ലേജ് ലൈഫിൽ ജീവിച്ചിട്ട് അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ജെറൂഷയ്ക്ക് മനസ്സിലായത് കൊണ്ടാണ് ഷീ പ്രിഫേഴ്സ്
city life. Okay, Jerusha, your presentation was അടുത്ത ഞാൻ very പറയാം സർ. good. Okay. Akila, I will come to you. Get ready. Your presentation was very good. Very good point. Point. Okay. I appreciate Thank you, your sir. observation. Thank you, sir. Okay, Akila, start. Good morning, sir. Yes, good morning. Sir, I prefer to live in village because Yes. village life is very calm and quiet, and the relations Yes. between the village people are very intimate. They personally know Yes. each other, and family Yes. ties are mostly maintained in village life. And Yes. pollution is also low. Yes. The atmosphere of a village will help children stay fresh in their minds. I always want to Yes. live in the village and I love my village very much. Thank you, sir. Okay. അപ്പോ നിങ്ങൾക്ക് അതിനെ കൂടി ആഡ് ചെയ്തോട്ടെ. അതായത് വില്ലേജ് ലൈഫ് ഇഷ്ടപ്പെട്ട മൈ നേറ്റീവ് പ്ലേസ് ഈസ് പറയാം ഏഴിക്കര. I prefer, my native place is Edavanakad. I prefer that I am living in Edavanakad village because my ആ നാടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് എടുത്ത് പറയാനുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞോട്ടോ. യെസ്, നിങ്ങളുടെ നാടിനെ കുറിച്ച് ഈ ബാക്കിയുള്ള 29 പേർക്ക് അറിയട്ടെ. യെസ്, ഓക്കെ അഖില, വെരി ഗുഡ്. അപ്പൊ യുവർ ഒബ്സർവേഷൻ ഈസ് ഓൾസോ വെരി ഗുഡ് അഖില. യെസ്, ഓക്കെ. റോഷിനി, ആർ യു റെഡി? Yes, sir. ഓക്കെ. റോഷിനി പറഞ്ഞു. റെഡി ആയിട്ടുള്ളവർ ഒരു മെസ്സേജ് ഇട്ടോട്ടോ, ഞാൻ വിളിച്ചോളാം. മെസ്സേജ് ഇട്ടാണ് ജസ്റ്റ് ഞാൻ. ഓക്കെ പറഞ്ഞോളൂ റോഷിനി. Good morning, sir. Ultimate the choice between city life and village life depends on individual preference, priorities of lifestyle. Yes. I preferred village life, merit peaceful, close community connection, connection with nature, and often lower cost of living. Yes. But demerit limited job opportunity, basic amenities, and potentially slower paced medical problems. Yes. But city life is very better. Merit city life, modern life, many job opportunities, culture diversity, and entertainment, many hospital facilities. Demerit fast paced, crowded, noisy, and often expensive. Very But good. I prefer village life. Now I am city life, but after before Kollam East Kallada is my village, is very Yes. good. There are many paddy fields and ponds, Kallada River also. But now I am city life, Adur. Many opportunities and hospital facilities are here, but village life is, I enjoyed my village life. I miss that. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മുടെ റോഷിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കരയിൽ പിടിച്ചിട്ട മീന് പോലെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാം വി ആർ എലോൺ ഇൻ ദ മിസ്റ്റ് ഓഫ് പ്ലെയിൻ. നമ്മള് ധാരാളം ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറയാറില്ല. അത് വളരെ ഒരു സിനിമയിൽ നിന്ന് തോന്നുന്നു. ആൾക്കൂട്ടത്തിൽ തനിയെ നമ്മളൊരു ആൾക്കൂട്ടത്തിൽ നിൽക്കുകയാണ്, പക്ഷെ നമ്മൾ പോയത് ഒറ്റക്കടയിൽ നമുക്കൊരു ഏകാന്തത ഫീൽ ചെയ്യും. പക്ഷെ ചുറ്റും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞ പോലെ റോഷിനി ജീവിക്കുന്നുണ്ട് എങ്കിലും പക്ഷെ മനസ്സ് കിടക്കുന്ന ഇവിടെയാണ്. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ദാറ്റ് ഈസ് ടോൾഡ് പാഷൻ. അതിനാണ് നമ്മൾ പാഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഐ വിൽ കം. അപ്പൊ അമൃത പറഞ്ഞോളൂ. അമൃത, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? Okay, sir. I prefer city life because I am living in a city, Yes. and most of the people will prefer village life. It's good, but the city life has so many advantages comparatively. We will get so many job opportunities are there, but in the Yes. case of village life, it's very limited. And Yes. while we choosing the city life, we can give better schools and education to our children. Yes. There are so many colleges, coaching centers are there. Yes. And the most important thing is that advanced hospital and clinics will be there in city life. Yes. But in the case of villages, it's a very limited. Options are very less. Yes. And the very next point is about the transport system.
while we in the city life, a variety of transport services are there. For Yes. example, public bus service, cab, etc. like that. And in Yes. the city life, there will be high access to internet and all the Yes. other technologies are there. So city life are good for us. I think so. Yes. Okay, Amrita. Okay. ഓരോരുത്തർക്കും അമൃത വെരി ഗുഡ് ഇംഗ്ലീഷ് നല്ല രീതിയിൽ പറഞ്ഞു. യെസ്. അപ്പോ ഓരോരുത്തർക്കും അവരുടേത് അഭിപ്രായങ്ങൾ ഉണ്ടാകും അല്ലേ? അത് അഭിപ്രായം വേണം. ജീവിതത്തിൽ നമുക്ക് ഒരു അഭിപ്രായം ഇല്ലാത്ത ആളായിട്ട് മാറി. വെരി ഗുഡ്. ഓക്കെ, ഐശ്വര്യ, യു സ്റ്റാർട്ട്. Sir, I prefer village life യെസ്. because the air is fresh and the sky at the night is filled with the stars, which is Oh. rarely seen in the city. Yes. It is a beauty of village. Yes. Most of the people in village are farmers and they live a simple, hardworking life. The villagers are friendly, helpful, and live in a harmony with each other. യെസ്. People living in the village mostly indulge the agricultural activities and stay away from the hustle and bustle of the chaotic city life. They Okay. lead a simple life. യെസ്. A day in life of a villager starts early morning, but യെസ്. city life is not like this. ഓക്കെ. People usually wake up around the 5 a.m. and start with their daily chores. It is for their health. യെസ്. According to Gandhiji, the making of an ideal village is very simple. He says an ideal Indian village will be so constructed as to lend itself to perfect sanitation. യെസ്. Okay, sir. It's enough. വെരി ഗുഡ് ഐശ്വര്യ. വെരി ഗുഡ്. ഐശ്വര്യ നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഐ അപ്രീഷിയേറ്റ് യുവർ മൈൻഡ്. വെരി ഗുഡ്. ഓക്കെ. ആര്യ. Yes, sir. Good morning, sir. Are you ready? Yes, I am ready. ഞാൻ റിയയിലോട്ട് വരാം. ഓക്കെ, അപ്പൊ അടുത്ത ആൾ ഗെറ്റ് റെഡി ആവാൻ വേണ്ടി പറഞ്ഞാൽ റിയ ഗെറ്റ് റെഡി. ഓക്കെ. യെസ്. I prefer to village life. യെസ്. Village life is simple and peaceful. യെസ്. The most people work in farming. Yes. Village life, clean air and natural beauty. The village Yes. life is school and I am village life ലാണ് ഞാൻ താമസിക്കുന്നത്. ഓക്കെ. അപ്പോ കണ്ടിന്യൂ. അപ്പം ഒത്തിരി കുട്ടികൾക്ക് ഒത്തിരി എന്താ പറയാ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ അതേപോലെ കായികപരമായുള്ള ഓപ്പർച്യൂണിറ്റീസും വില്ലേജ് ലൈഫിലാണ്. പിന്നെ ഒത്തിരി IT സ്ഥാപനങ്ങൾ സ്കൂളിലും വില്ലേജ് ലൈഫിലാണ് കൂടുതലും ഉണ്ടാവുന്നത്. പിന്നെ IT ഇത് കൂടുതലും IT-യിലാണ് കൂടുതലും ഇൻട്രസ്റ്റ് ആവുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വില്ലേജ് ലൈഫില്. പിന്നെ സിറ്റി ലൈഫിലാണെങ്കിൽ ഒത്തിരി പോപ്പുലേഷൻസും വളരെ കുറവായിരിക്കും. പിന്നെ സിറ്റിയിലാണെങ്കിൽ ഒത്തിരി ജനങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ, അതുപോലെ ഈ കച്ചവടക്കാരുകൾ വളരെയേറെ കൂടുതൽ സിറ്റി ലൈഫിൽ വളരെ കൂടുതലായിരിക്കും. വില്ലേജിൽ വെച്ചാൽ അതിനെ അപേക്ഷിച്ച് കുറവായിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ ഒത്തിരി കുട്ടികൾക്ക് ഒത്തിരി എന്താ പറയുക, ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഒത്തിരി കിൻഡർ ഗാർഡൻസും കൂടുതൽ വില്ലേജ് ലൈഫിലാണ് കൂടുതൽ ഉണ്ടാവുന്നത്. Okay, അപ്പൊ സാൽമ, now where you are living, name of your village? Arya. അപ്പൊ പറഞ്ഞതാ Name of your village. വില്ലേജ് Name, പേര്. ആര്യ വികാസ്. That is your name. Village the പേര്. Name of your village. തിരുവാങ്കുളം village. Okay, very good. What are the beauty that is attractive to Tiruvangulam village that you see? Tiruvangulam village ആര്യ കാണുന്ന ആര്യക്ക് തിരുവാങ്കുളം വില്ലേജിനോട് ഇഷ്ടം തോന്നാനുള്ള കാരണം അതൊന്ന് ചോദിച്ചു. ഞങ്ങള് ഇവിടെ മലയാളത്തിൽ പറഞ്ഞാൽ മതിയോ? കിട്ടുന്നില്ല ഇംഗ്ലീഷിൽ. നമുക്ക് നോക്കാം, പറഞ്ഞു നോക്കൂ. My village
Tiruvangulam. My village is Tiruvangulam. My beauty village Tiruvangulam. അവിടെ എന്തൊക്കെയാണ് മഞ്ചേരിയിൽ എന്തൊക്കെ My village ഒത്തിരി സ്കൂൾ ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. സ്കൂൾസ് പിന്നെ കുട്ടികൾക്ക് ഒത്തിരി കളിക്കാനുള്ള ഒത്തിരി ഗ്രൗണ്ട്സും പിന്നെ പിന്നെ അങ്ങനെ പറഞ്ഞ് കിട്ടുന്നില്ല പറയുന്നത്. ഞാൻ വായിക്കാതെ പറയൂ. There are school playground, other football teams, another football team coaching, but temples, etc. Kindergarten, small children's kindergartens, traffic area. Yes. ഇനി തിരുവാങ്കുളം വില്ലേജിലുള്ള ഹിസ്റ്റോറിക്കായ ചരിത്രപരമായ എന്തെങ്കിലും സംഗതി ഉണ്ടോ? ഒരു പൗരാണികമായിട്ടുള്ള എന്തെങ്കിലും സംഗതി തിരുവാങ്കുളം വില്ലേജ്? തിരുവാങ്കുളത്ത് ഞങ്ങളുടെ നിയർ അടുത്ത് ഹിൽ പാലസ് മ്യൂസിയം. അപ്പൊ അത് പറയും, ഇംഗ്ലീഷിൽ പറഞ്ഞു. മൈ വില്ലേജ് ഈസ് ഹിസ്റ്റോറിക്കൽ ഹിൽ പാലസ് മ്യൂസിയം. പിന്നെ അവിടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലുള്ളത് ഈ ഹിസ്റ്റോറികളായിട്ട് പഠിക്കാനുണ്ടാവും. ഇനി ഈ ഹിൽ പാലസില് ഷൂട്ട് ചെയ്ത ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പല സിനിമകൾ ഓർമ്മയുണ്ട്? അതിനെ കുറിച്ച് എനിക്കല്ലേ അത് ഓർമ്മയില്ല. ഇല്ല, ഓർമ്മയില്ല. യെസ്, ഹിൽ പാലസിന്റെ ഭാഗത്ത് തന്നെയല്ലേ നമ്മുടെ നാഗവല്ലിയൊക്കെ അഭിനയിച്ച സിനിമ മണിച്ചിത്രത്താഴൊക്കെ ഷൂട്ട് ചെയ്ത മണിച്ചിത്രത്താഴ്. ഓക്കെ ഓക്കെ ഓക്കെ, അതൊക്കെ പിടിച്ചത് അവിടെയല്ലേ? യെസ്, ഒരുപാട് സിനിമകൾ അവിടെ പിടിച്ചത്. ഞാനതിപ്പോ പറയാനായിട്ട് സംഗതി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാൽ പറഞ്ഞു. ഓക്കെ, ഐഡിയ വെരി ഗുഡ്, വെരി ഗുഡ്. ഹൗവർ ഐ അപ്രീഷിയേറ്റ് യുവർ സ്പീച്ച്. വെരി ഗുഡ്. റിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അരുണിമയിലേക്ക് വരാം. യെസ്, ഐശ്വര്യ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അത് ഓർത്തിരിക്കണം കേട്ടോ, അത് ഓർത്തിരിക്കണം മസ്റ്റാണ്. യെസ്, അരുണിമ ഇതിലോട്ട് ഞാൻ വരാം. റിയ പറഞ്ഞോളൂ. റിയ. ഞാനാണോ? റിയ അല്ലേ? റീജയാണ് സാർ. ഓ, റീജ പറഞ്ഞതല്ലേ? ഞാൻ എഴുതിയപ്പോ മാറിപ്പോയതായിരിക്കും. എന്നാൽ അരുണിമ വരൂ. അരുണിമ പറഞ്ഞു കഴിഞ്ഞാല് സുരമ്യ. ഓക്കെ, അരുണിമ. കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ, എനിക്ക് കുറച്ച് റേഞ്ച് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ്. വോയിസ് ക്ലിയർ അല്ലേ? ക്ലിയർ, പക്കാ ക്ലിയർ. Okay. I will prefer village life. I like village life because it's a peaceful and beautiful place. There will be love and unity in the village, and there will be less crime in the village. And I love to live in a village. Yes. അത്രയുള്ളൂ. ഞാൻ പറഞ്ഞു വരാൻ കണ്ടപ്പോഴല്ലോ. യെസ്, സംഗതി കയ്യില് നീണ്ട സ്റ്റോക്ക് കേട്ടോ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്, വെരി ഓക്കെ ഓക്കെ. സ്റ്റാർട്ടിംഗ് വാസ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ, താങ്ക്സ്. ഓക്കെ, സുരമ്യ, യു കം. സുരമ്യ. ഹലോ സർ, കേൾക്കാവോ സാർ? ഓക്കെ സുരമ്യ. മേഘന, പ്ലീസ് ഗെറ്റ് റെഡി. ഓക്കെ സുരമ്യ, സ്റ്റാർട്ട്. Okay, sir. I prefer village life because I would like to live in the village. Nature, beauty, and purity are not found anywhere else. Morning snow and light breeze. When the sun rises in the morning, all the songs in the temple are awesome. My village Chirakadava is so beautiful. So there are hospital facilities in our village. We also have 2 small towns nearby. Schools are available here. Our children can learn about all our relationship and participate in the ceremony because relationship have no value now.
That's I Yes. prefer village life. Sir. Yes. Okay. So, very good, very good, very good, very good. Okay. Yeah, you give importance to relationship among the families, among the individuals. Okay, Surya, very good. Jerusha, okay, your place is a historical place. Okay, Jerusha. Yes. Apo Meghna, start ചെയ്തോളൂ. Salma, please get ready. Okay. Okay, sir. Meghna, start. Okay. Actually, sir, I was born in the city, and I prefer Yes. village life. Village life, which offers a peaceful and calm environment, sir, and which is Yes. surrounded by the nature, away from the noise and the pollutions of cities. And we get, even though we Yes. get the fresh air and greenery and simple lifestyle, it makes a more village Yes. life healthier and more refreshing people in villages. And we can see usually Yes. eat more homegrown like organic foods and live a more active lifestyle, so, and which keeps the fit and Yes. strong. And one of the most beautiful things in the village life, I can say that it is a close bond among the people, and they live like a Yes. family, helping and supporting with each other, and during both Yes. good and bad time also. And we can see that Yes. life in a village is simple, but it is filled with happiness also. And Yes. even though it is a contentment and traditional values, and children grow up learning good moments and like respectful and real life skills, where while playing in the open fields also they enjoy nature to village and may not have all the modern concept of cities, and it is a peaceful purity, and we can then enjoy the offer like more than even the village life truly is the best, in my opinion. Okay. Meghna, okay. Another point that is attracted to me is the bondness between among the families, the people living there. Okay, അത് വളരെ കറക്റ്റ് ആണ്. പണ്ടൊക്കെ നിങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടാവില്ല, ഈ ഫോണൊക്കെ വരുന്നതിന് മുമ്പ്, അതായത് ഈവൻ ലാൻഡ് ഫോണൊക്കെ വരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് അത്യാവശ്യത്തെ അറിയിക്കാൻ അന്ന് ടെലഗ്രാമാണുള്ളത്, ടെലഗ്രാം അടിക്കും. അപ്പൊ ഈ ടെലഗ്രാം വന്നു കഴിഞ്ഞാല് അയാൾ വന്നിട്ട് ഈ വീട് ഏതാണെന്ന് റോട്ടിൽ വന്ന് കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ടെലഗ്രാം കൊടുക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിസരത്തുള്ളവരും കൂടെ അയാൾ പോസ്റ്റ്മാനെ പുറകെ വരും. ടെലഗ്രാമാണ് വന്നിരിക്കുന്നത്, എന്താണെന്ന് അറിയണ്ടേ? യെസ്, അത് അങ്ങനെ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് അതാണ് ഈ വില്ലേജ് ലൈഫിന്റെ പ്രത്യേകത. ഇത് വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന സിനിമയിൽ അത് കറക്റ്റ് ആയിട്ട് ഈ സീൻ ഇതുപോലെ ചിത്രീകരിച്ചിട്ടുണ്ട്. യെസ്, അപ്പൊ മേഘന പറഞ്ഞൊരു പോയിന്റ് കറക്റ്റ് ആണ്. ദർ വിൽ ബി ഗ്രേറ്റ് ബോണ്ട് ബിറ്റ്വീൻ എമംഗ് ദ ഫാമിലീസ്. ഓക്കെ മേഘന, വെരി ഗുഡ്. അപ്പൊ സൽമ കഴിഞ്ഞു കഴിഞ്ഞാൽ ജിന ഗെറ്റ് റെഡി. Okay, Salma, start. I prefer village life. I like to village life. I live into the village. Village life often unique charm with the natural beauty, surrounded by a lush greenery, open space, and fresh air. Community spirit, close relationship with neighbors, and strong sense of the belonging and friendship. Traditional lifestyle often around culture and location customs. Yes. Peaceful environment, less than also pollution and slowest space of life. Yes. More relax of life, richer cultures of. Okay, sir. Very nice. It's very good. Relax to the people. Okay, if they are living in the village. Okay, Salma, I understand your feelings and emotions. ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോ ചില നാടകങ്ങളിൽ പ്രത്യേകിച്ച് അത് അഭിസരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ കഥാപാത്രമായിട്ട് ഇങ്ങനെ മാറിപ്പോ ഫുള്ളായിട്ട് അങ്ങനെ അതിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് കയറിപ്പോവും. അപ്പൊ സൽമ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ വന്ന സമയത്ത് എന്ത് പറ്റി, സൽമ എന്ന് പറയുന്ന വ്യക്തി ആ വില്ലേജ് ലൈഫിലോട്ട് അങ്ങോട്ട് കയറി അങ്ങോട്ട് പോയി. അപ്പോ ഇത് ഞാനാണ് പറയുന്നതെന്നും ഞാൻ വേറെയാണെന്നുള്ള ചിന്തയിൽ നിന്ന് ഞാൻ അത് ഉൾക്കൊണ്ട് ഇപ്പൊ ഡീപ്പായിട്ട് ഉൾക്കൊണ്ടത്. ഓക്കെ സൽമ, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ്. ഓക്കെ,
Your words are very precious. Very good, very good, very good. Okay. Jina, are you ready? Rinda, please get ready. Okay. Yes, Jina, sir. I love village life because I lived in a village. My place was Kasargod district, Malo. Yes. But now I live in the city. The Yes. village life is very calm and quiet. Yes. There is a unity between everyone, less Yes. expensive to live, and Yes. they live a simple life. Yes. The village life gives us more beauty of the nature. Yes. It is the most natural life of human being. Yes. Trees are bent with ripe fruits. It Yes. brings a divine touch to the human mind. Yes. Villages also give special importance to their customs and traditions and follow them religiously. Yes. അത്രേ ഉള്ളൂ. Very good, very good. അപ്പൊ ലാസ്റ്റ് ഒരു മാത്രമേ ഉള്ളൂ പറയണ്ട. That is all. That is all about my thought. അതാണ് അങ്ങനെ ഒരാളുടെ അവസാനിപ്പിച്ചത്. അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു എക്സ്പാൻഷൻ ആൻഡ് എ കൺക്ലൂഷൻ. നന്നായിട്ട് ഇങ്ങനെ തുടങ്ങി പിന്നെ എക്സ്പാൻഡ് ചെയ്തു പിന്നെ എന്ത് ചെയ്തു കൺക്ലൂഡ് ചെയ്തു. അങ്ങനെ അങ്ങനെ പോകട്ടെ. That is all about myself. Very good, Gina. Very good, very good. Your words are very relevant. Okay, 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 okay. Very good. അപ്പൊ റിൻഡ, are you ready? Yes, sir. Rashida, get ready. Okay. I prefer a city life because the cities provide better employment opportunities. There are better educational institutions. Health facilities are more advanced in cities. Cities provide access to modern infrastructure. Yes. Public transport is more developed in cities. The government is focusing more on urban development. Cities attract investment and promote economic growth. Safety and security measures are generally better in cities. Yes. Living an urban life makes people more aware of global trends. Internet connectivity is stronger in urban areas. Yes. Recreational and sports facilities are more in urban areas. Yes. Cities have more entertainment options like malls, restaurants, and theaters. Yes. In cities, people come in contact with diverse cultures. Yes. Cities have better access to basic amenities like water and electricity. Yes. So I would like to live in city life. Yes. Okay, thank you, sir. Okay, very good, very good, very good. Okay, very good presentation. Okay, okay. ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. In city life, the people are aware of the global trend. Okay, very good, very good. Okay, Rinda, are you ready? Okay, അപ്പോ Rashida, get ready. Okay. Rinda, start ചെയ്തോളൂ. Rinda Varghese. She's already said, sir, now. Oh, sorry. അപ്പൊ എന്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയതാണ്. അപ്പൊ റഷീദ പറഞ്ഞു. റഷീദ, കണ്ടിന്യൂ. റഷീദ. Okay, sir. Okay. I prefer village life. People living in the countryside lead a simple life because they are more involved in activities like farming, etc. The beautiful sound of birds and mud houses, pond, many rivers, had fresh air. The environment of the village provides welcoming environment. Sir, I live in city, Malappuram, Kottakkal. Yes. Kottakkal very beautiful. Kottakkal is a major municipal town in Malappuram, and one of the top Ayurvedic health center in world, the Kottakkal Ayurveda Shala. Yes. Okay, sir. Okay, very good, very good. Okay, Rashida. Okay. Though you are living in a city, you prefer village life. Okay, Rashida. ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു കവി ഒളിഞ്ഞു കിടപ്പുണ്ട്. Okay, very good, very good. Grishma, you start. Grishma. Yes, sir.
Okay, start. Grishma. Sir, all my good morning, sir. All my Yes, good friends morning. are said that they most of the friends said that they prefer village life. Yes. Also, I prefer village life, sir, because Yes. but I think I'm living in a suburban area because most of the villages are developed a lot. Yes. The old village that have no internet connection. Of course, there are no more job opportunities and schools, Yes. college, and etc. But Yes. nowadays we are changed a lot. The Yes. village life also developed a lot. Yes. Nowadays we can we can we can get we get internet connection, job opportunities. But if I had opportunity to live back, I would have prefer the village life, the old village life. I would like to go my old village memories. Yes. And the village life have lots of limitations, but I think the village life consists of peace and quiet, Yes. quiet nature, and we can escape from the noise and pollutions of the cities. Yes. And we get the fresh air and clean environment, low water pollution, and the fresh air, uh, and also we can say that in village life, in village peoples have the community and social bonds that Meghna said that before. Um, I think the village often have strong social structure, and they uh, they everyone knows everyone else, and they in the village peoples have the mutual support, and Yes. the festivals shared the festivals, and neighbors also help each other with daily chores and family, Yes. and or during times of need. And Okay. Okay. also they are the people's life is very simple, and they focus on basic needs, Yes. and the traditional values and culture also consider villages are custodial or traditional customs, Okay. and Okay. there there are lots of limitations in village life, old village life. I am saying that the old village life, but nowadays we can see that some villages are not developed, but now most of the villages are developed a lot, I think, Okay. because I am living in a suburban area. I know I know also both. I feel the village and also the city life. What's the difference between that? Okay. 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 That's also. വെരി ഗുഡ് ഗ്രീഷ്മ. ഓക്കെ ഓക്കെ ഇവര് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അതിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗ്രീഷ്മ പറഞ്ഞത് മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഗ്രീഷ്മ പറഞ്ഞതിൽ ഒരു പോയിന്റ് കറക്റ്റ് ആണ്. നമ്മൾ വില്ലേജ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വില്ലേജ് ലൈഫ് ആർ ഗെറ്റിംഗ് ഡെവലപ്ഡ്, ദ വില്ലേജസ് ആൾസോ കമ്മിങ് നിയർ ടു ദ സിറ്റി ലൈഫ്, അല്ലെങ്കിൽ സിറ്റി ലൈഫ് ഈസ് ഗോയിങ് ടു വില്ലേജ് ലൈഫ്, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ 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 ഓക്കെ. അപ്പോ ഇനി ആർക്കാണ് പറയാനുള്ളത്? ഇത്രയും പേര് പറഞ്ഞു. ഇനി ആർക്കെങ്കിലും? എനിബഡി? സർ ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞോളൂ പറഞ്ഞോളൂ. അപ്പേ റീജ പറഞ്ഞിട്ടില്ല അല്ലെ? റീജ പങ്കജ്. സാർ നേരത്തെ വിളിച്ചപ്പോ മാറിപ്പോയതാണ്. ഓക്കെ റീജ,
So, depending on the living situation, both places have their own advantages and disadvantages. Yes. Okay. Which, if we choose our village life, it will have better social interaction, unpolluted nature, air, clean water, natural products or clean products. Everything is pure and good. But if we choose the city life, if we get better business opportunities, education, better health care, better transport, better communication ways, better job opportunities, something like this. Everyone have their own opportunity to do something, to find their own way by innovative and creative. Yes. But no matter what you say, I am a village in my heart. Yes. വയലോപ്പള്ളിയൊക്കെ പറഞ്ഞ പോലെ ഏത് ദൂഷണസങ്കല്പങ്ങൾ വന്നാലും ഏത് യന്ത്രവൽക്കൃത ലോകത്തിൽ വന്നാലും Yes. മനസ്സിലുണ്ടാകട്ടെ, ഗ്രാമത്തിന് വെളിച്ചവും മണവും മമതയും ഇത്രയ്ക്ക് ഒന്ന് പോവും. അപ്പൊ അതൊക്കെ കവിതകൾ കുറച്ചൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് എപ്പോഴും ഗ്രാമം മനസ്സിലുണ്ടെങ്കിലും കൂടെ കുറച്ച് ഇഷ്ടം വില്ലേജിനോടാണ്. Yes. Okay, Rija. Very good, very good, very good. Okay, okay, okay. അതിനൊക്കെ നമ്മള് വള്ളത്തോളിന്റെ വരികളൊക്കെ ഉദ്ധരിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ, ഓക്കെ. ഇനി ആർക്കാണ് പറയാനുള്ളത്? യുവർ എക്സ്പ്രഷൻ, യുവർ ഐഡിയാസ് പറയാട്ടോ. അപ്പോ ഞാൻ എല്ലാവർക്കും നന്ദി പറയുകയാണ്. കാരണം എന്താ പറഞ്ഞാലും ജെറൂഷ, അഖില, റോഷിനി, അമൃത, ഐശ്വര്യ, ആര്യ, റീജ, അരുണിമ, സുരമ്യ, മേഘന, സൽമ, ജീന, റിൻഡ, റഷീദ, ഗ്രീഷ്മ, അങ്ങനെ ഇനി ഞാൻ പേര് പറയാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരും വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു, വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ സ്കില്ല് വളരെ നന്നായിരുന്നു എന്ന് കൂടി ഞാൻ അത് പറയാം. അപ്പൊ നിങ്ങൾക്ക് സമയമെടുത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ കറക്റ്റ് ആവുന്നുണ്ട്. ഇനി സമയം കുറച്ചെടുത്തുകൊണ്ട് നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് വേറൊരു വിഷയം പറയുകയാണ്. അത് അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടി റെഡിയാക്കി വെച്ചാൽ മതി. ആ വിഷയം ഇതാണ്: the successful person that I have seen in my life. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു സക്സസ്ഫുൾ പേഴ്സൺ. നിങ്ങൾ ഇത് അന്വേഷിച്ച് APJ അബ്ദുൽ കലാമിനെയോ മദർ തെരേസയെയോ ഒന്നുകൂടെ പറയാമോ സർ ആ ക്വസ്റ്റ്യൻ? ഓക്കെ, ഓക്കെ, വരും ജെറൂഷ. APJ അബ്ദുൽ കലാമിനെയോ മദർ തെരേസയെയോ അതുമല്ല എങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയെയോ പ്രസിഡന്റിനെയോ ആരെ അന്വേഷിച്ചു പോകേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് യു ലുക്ക് അറൗണ്ട്. നിങ്ങളുടെ ചുറ്റും നോക്ക്. യു ലുക്ക് എമംഗ് യുവർ ഫ്രണ്ട് സർക്കിൾ. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വലയങ്ങളിൽ, ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സക്സസ്ഫുൾ പേഴ്സൺ ഉണ്ടാവും. അയാളുടെ ഉയർച്ചയും താഴ്ചയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അയാളെ കുറിച്ചാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അയാൾക്ക് പ്രശ്നങ്ങൾ ഇല്ല എന്നല്ല, പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് പറയാം, ദ സക്സസ്ഫുൾ പേഴ്സൺ ദാറ്റ് ഐ ഹാവ് സീൻ ഈസ് മൈ ഫാദർ. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും സക്സസ്ഫുൾ ആയ വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണ്. ബിക്കോസ് വെൻ ഐ വാസ് ഇൻ 10th സ്റ്റാൻഡേർഡ് അല്ല വെൻ ഐ വാസ് 10 years old, ഐ നോ ഹിം വെരി വെൽ. ഞാൻ അവിടെ മുതൽ കൃത്യമായിട്ട് അച്ഛൻ അറിയുന്നു. അപ്പൊ അച്ഛൻ ചെയ്തിട്ടുള്ള കാര്യങ്ങള്, ബുദ്ധിമുട്ടുകള്, ഞങ്ങളെ ഇവിടം വരെ എത്തിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ത്യാഗം, ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. അപ്പൊ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തുള്ള ഒരു നൈബർ ആയിരിക്കാം. അപ്പൊ അവരെടുത്തുള്ള ചില തീരുമാനങ്ങൾ, ചില നിശ്ചയദാർഢ്യങ്ങൾ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ ജീവിതത്തിൽ വിജയിച്ചു എന്ന് കഴിഞ്ഞിട്ട് അവർക്ക് പ്രശ്നങ്ങളില്ല എന്നല്ല. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ അവർ ദാറ്റ് പേഴ്സൺ ഈസ് എ സക്സസ്ഫുൾ പേഴ്സൺ. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ, നിങ്ങളുടെ അയൽവാസികളിൽ ഒരു സക്സസ്ഫുൾ പേഴ്സൺ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരുപക്ഷെ നിങ്ങൾ അധികമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, റോഷിനി പറയുന്നു, റോഷിനെ കണ്ടിട്ടുണ്ട്, റീജ പങ്കച്ച് കണ്ടിട്ടുണ്ട്, യെസ്, റഷീദയും അമൃതയും കണ്ടിട്ടുണ്ട്, ഓക്കെ, ജീന കണ്ടിട്ടുണ്ട്, സൽമയും ആര്യയും കണ്ടിട്ടുണ്ട്, ഓക്കെ. ദ സക്സസ്ഫുൾ പേഴ്സൺ യു ഹാവ് സീൻ, ഐശ്വര്യ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അടുത്ത പ്രാവശ്യം പറയുമ്പോൾ, ഓക്കെ ആദർശ, അടുത്ത പ്രാവശ്യം ദ സക്സസ്ഫുൾ പേഴ്സൺ ഐ ഹാവ് സീൻ ഇൻ മൈ ലൈഫ് ഈസ് എന്ന് പറഞ്ഞിട്ട് ആരാണോ അയാളുടെ പേര് പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ സക്സസ്ഫുൾ പേഴ്സൺ എന്ന് പറയുന്നു, ആ ഒരു ചെറിയൊരു സംഗതി നിങ്ങൾ അയാളെ കുറിച്ച് പറയുന്നു. ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ കുറിച്ച് പറയുന്നു. അപ്പൊ യു പ്രിപ്പയർ. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇത് അന്വേഷിച്ച് നിങ്ങൾ അകലെയൊന്നും പോകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് ഒരു സക്സസ്ഫുൾ പേഴ്സണെ നിങ്ങൾ
എടുക്കാം. പലപ്പോഴും ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഓ അത് വിജയിച്ച മനുഷ്യനാണ്, എവിടെ കിടന്ന ആളാണ്, പക്ഷെ ഇപ്പോ ജീവിതത്തിൽ വിജയിച്ചു. യെസ്. അപ്പോ ആ വിജയത്തിന് പിന്നിൽ അവരുടെ ഒരു ത്യാഗത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും പരിശ്രമത്തിന്റെയും റിസൾട്ടാണ്. യെസ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുക. ആ ആളെ കുറിച്ചാണ് നമ്മൾ അടുത്ത ആഴ്ച പറയുന്നത്. അപ്പോൾ ജെറൂഷ, എന്നെ ഇത് ഓർമ്മിപ്പിക്കുന്ന കേസ് ഞാൻ ജെറൂഷിനെ ഏൽപ്പിക്കുകയാണ് കേട്ടാ. യെസ്. എന്താ പറയുന്നത്? The successful person that I have seen in my life. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു വിജയിച്ച വ്യക്തി. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയോ? എന്തോ? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഒന്ന് പറയോ? The most successful person. The most successful person that I have seen. That I have seen in my life. എന്റെ ജീവിതത്തില് ഞാൻ കണ്ടിട്ടുള്ള ഒരു വിജയിച്ച വ്യക്തി. മേഘന, അങ്ങനെ ഒരാളില്ലേ എവിടെയോ? ഓക്കെ, ചുറ്റും നോക്ക്, ഒരാഴ്ച സമയമുണ്ട്. ഞാൻ നോക്കി കഴിയുമ്പോ എവിടെയെങ്കിലും there will be such a person. ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അദ്ദേഹത്തെ ഒരു മോഡലാക്കി വെച്ചിട്ടുണ്ടാവും. യെസ്, നമ്മുടെ ഒരു മോഡലിലേക്ക് അദ്ദേഹം വന്നു, റോൾ മോഡലിലേക്ക് അദ്ദേഹം വന്നു. ചിലപ്പോൾ ഒരു പക്ഷെ നമ്മുടെ ടീച്ചർ ആയിരിക്കും, പഠിപ്പിച്ചൊരു ടീച്ചർ ആയിരിക്കും. യെസ്, വാട്ട് എവർ ഇറ്റ് മേ ബി, ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. ഓക്കെ, ഞാൻ ഇനി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. Okay. So we can use it as like what you said, that who fought in his life and he got up ready. We can use that also, sir. Once more. Sir, who was in health issues and he regretted in that. We can use that also, sir. Okay. Whatever it may be, no problem. Okay. No problem. Yes, okay. Child health issue area. Okay. No problem. Yes. So I am going to ask some questions. All questions are connected with. Sir, എത്ര points വേണം? ഒരു 2-3 മിനിറ്റ് പറയാവുന്ന അത്ര ഉൾപ്പെടുത്തിക്കോ. യെസ്, ചിലപ്പോ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് വേണ്ടി വരെയായിരിക്കും, അത്രയും ഉൾപ്പെടുത്തിക്കും. യെസ്. അപ്പോ ജെറൂഷ ആരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ മാത്രമേ പോയിന്റുകൾ പറയാൻ പറ്റുള്ളൂ. അയാളെ കുറിച്ച് പറയണ്ടേ? യെസ്. ഓക്കെ. അപ്പൊ ഞാനിന്ന് മാർക്കൊന്നും രേഖപ്പെടുത്തുന്നില്ല, ചുമ്മാ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഈ ചോദ്യങ്ങളെല്ലാം ദീപാവലിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ. The question is this: what is the meaning of the word Diwali or Deepavali? Diwali ഞാൻ പറയുന്നത് ഓൾറെഡി. What is the festival meaning? of life, light അല്ലേ sir? Festival of light. Festival of light. Okay, it's a correct answer. Okay. The raw of light is correct. Raw, R-O-W, raw of light. Okay, very good. Next question: which language does the word Diwali come from? Hindi, sir. Hindi. Okay. It is coming from Tamil and English, Sanskrit. Okay, it is coming from Sanskrit. Sanskritamana. Yes. Next question: what is the theme of the festival Diwali? What is the theme of the festival Diwali? സാർ, ഈ രാവണന്റെ കയ്യിൽ നിന്ന് സീതയെ രക്ഷിച്ചതല്ലേ? ഓക്കെ, അതൊക്കെ ഒരു ചുരുക്കിയിട്ട് രാവണ സീതയൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഒരു ചെറിയ സെന്റൻസ് പറയാം. ആ ഇൻസിഡന്റ് തന്നെ ഒരു പറയാം. തിന്മയുടെ മേലെ നന്മയ്ക്കുള്ള വിജയം എന്ന് പറയാൻ പറ്റുമോ സർ? ഓക്കെ, ഇത് തന്നെയാണ് സംഗതി. അപ്പൊ നമുക്കത് കറക്റ്റ് ആയിട്ട് പറയാം. ഇത് തന്നെ റീജ പറഞ്ഞതിന്റെ സംഭവം, റോഷ്നി പറഞ്ഞതിന്റെ ഒരു ചുരുക്കമാണ് റീജ പറഞ്ഞത്. ദ വിക്ടറി ഓഫ് ലൈറ്റ് ഓവർ ഡാർക്ക്നെസ്. The victory of light over darkness. Yes. അന്ധകാരത്തിന് മുകളിലുള്ള വെളിച്ചത്തിന്റെ വിജയമാണ് ദീപാവലി. Yes.
ഇനി അടുത്തത് ഈ ദീപാവലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില വിളക്കുകൾ എത്തിക്കാറില്ലേ? ഓക്കെ. വാട്ട് ആർ ദ ലാംപ്സ് that we light during Diwali called dash? ചിരാതാണോ? ചിരാത്. ചിരാത് പറയുന്നത് വേറെ പേരുണ്ടേ, പറയാമോ? വേറെ ചിരാതല്ല, വേറെ ഒന്നും വരില്ല. ദിയ. ഓക്കെ ഇറ്റ്സ് കറക്റ്റ് കേട്ടോ. ദിയ എന്നാണ് എന്റെ പേര്, ദിയ. യെസ്. ഇനി അടുത്തത് people decorate their houses with patterns of colors. അപ്പോൾ ദീപാവലി സമയത്ത് people decorate their houses with the different patterns of colors. What is it called? Rangoli. Okay, Amrita, Jeena, Arya, is the correct answer. That is called Rangoli. Okay, very good. Next question. How many days are Diwali celebrated? 3 days. How many? 3 days, sir. 3 അല്ല. 10 days. 9 കൂടി പോയി. 7. Yes, 9 താഴെയാണ്. Yes. 7 അല്ലേ? 1. Yes. അല്ല. It is celebrated for 5 days. 5 days. 5 days. Okay. Yes. Next question. What is the common sweet, SWEET, sweet distributed in Diwali or Diwali? Sweets. What is the name of the sweet? Name of the sweets. Laddu. Is a Laddu. Yes. Okay. Very good. Yes. In which part of India Diwali is celebrated as Kali Puja? In which part of India Diwali is celebrated as Kali Puja? നോർത്തിലാണോ സർ? തമിഴ്നാട്. മധ്യപ്രദേശ്. North. മധ്യപ്രദേശ്. സംസ്ഥാനത്തിന്റെ പേര് പറഞ്ഞാൽ മതി. മധ്യപ്രദേശ്. ആന്ധ്രാപ്രദേശ്. ഒഡീഷ ആണോ സർ? ഒഡീഷ. മധ്യപ്രദേശ് ആണോ? വെസ്റ്റ് ബംഗാൾ. ഓക്കെ മേഘന, കറക്റ്റ് ആൻസർ. വെസ്റ്റ് ബംഗാൾ. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What do the families often buy to symbolize prosperity? ഈ ദീപാവലി സമയത്ത് what do the families often buy to symbolize? Buy means buy to symbolize prosperity. Symbolize what, sir? Yes, what is it? Question once more, you repeat, sir. Symbolize and then what? Prosperity. Aishwarya. Prosperity. ഫ്ലവേഴ്സ് ആണോ സർ? Light. They're like gold and silver items. Gold. Yes, they are buying gold. Gold ആണ് correct answer. Gold. സർ ഗോൾഡ് വാങ്ങും, അത് വേറെ നിൽക്കുന്നത് ആദ്യമായിട്ട് കേൾക്കുന്നതാ, ഗോൾഡ് വാങ്ങുന്നുള്ള കാര്യം. Prosperity. Yes, ഇപ്പൊ നമ്മളിവിടെ പറയുന്നത് അക്ഷയ തൃതീയ എന്ന് പറഞ്ഞാണ് പറയുന്നത്. Yes. Okay. Yes sir, അക്ഷയ തൃതീയ. Okay. Come to next question. What is the oil traditionally used in diyas? Diya നമ്മൾ എന്താ നേരത്തെ പറഞ്ഞു. What is the oil traditionally used in diyas? എണ്ണ. ഇവിടെ ഉപയോഗിക്കുന്ന അല്ല, നമുക്ക് പേര് പറയും. ഗീ അല്ല, എണ്ണയാണ്. ആ എണ്ണയ്ക്ക് ഒരു പേര് കൂടി. Sesame oil, sir. It is. അല്ല,
is called Ginger oil. ഇല്ല എം വെച്ചിട്ടാണ്. Mustard oil, sir. Mustard oil. Yes, okay, okay, okay. Very good, very good, very good. Yes. Very good, very good. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ചോദ്യങ്ങൾ അടുത്ത ദിവസം ചോദിക്കാം. അപ്പോൾ ആരാണ് സൈനിങ് ഔട്ട്? ഞാനാണ് മാം സൈൻ ഔട്ട്. ഓക്കെ ഓക്കെ. Hello. Hello. Yes. Hello everyone. First of all, thank you, Job sir, for your support, patience, and dedication. And today we conduct a debate on this topic, city life and the village life, which is good. And also a questionnaire section is also there. It was also so good. And thank you all for your support and cooperation. Thank you all. Thank you, sir. Okay, okay, okay. We will meet in the next class with relative pronoun also. Okay, very good. Thank you, sir. Thank you, sir. Thank you, Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir.